ഹൈക്കോടതി ജീവനക്കാർ റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിയെ അപമാനിച്ച് നാടകം നടത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് കോടതിയുടെ വിശദീകരണം. സംഘാടകർ നൽകിയ നിർദ്ദേശം ലംഘിച്ചാണ് നാടകം തയ്യാറാക്കിയതെന്ന് ഹൈക്കോടതി അച്ചടക്ക നടപടി ആരംഭിച്ചതായും കോടതി അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് നാടകം നടത്തിയതിൽ ഹൈക്കോടതി കൂടുതൽ വിശദീകരണം നൽകി. പരിപാടിയുടെ സംഘാടകർക്ക് രജിസ്ട്രാർ നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് നാടകം നടന്നതെന്ന് കോടതി വ്യക്തമാക്കി. ദേശീയ ഐക്യത്തിന്റെ സന്ദേശം നൽകുന്നതായിരിക്കണം നാടകത്തിന്റെ ഉള്ളടക്കമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ രൂപവും ഭാവവും അനുകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ നാടകം നടത്തിയത്. നാടകത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് 2 ജീവനക്കാർക്കെതിരെ ഹൈക്കോടതി നടപടിയെടുത്തിരുന്നു. ജീവനക്കാർക്കെതിരെയുള്ള അച്ചടക്ക നടപടി തുടങ്ങിയതായും കോടതി അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അസിസ്റ്റന്റ് രജിസ്ട്രാർ DA സുധീഷ്, കോർട്ട് കീപ്പർ PM സുധീഷ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ഹൈക്കോടതിയിൽ ജീവനക്കാർ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് നാടകം നടത്തിയതിൽ പരാതി ലഭിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി രജിസ്ട്രാർ നടപടി ആരംഭിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് അച്ചടക്ക ലംഘനം നടത്തിയ ജീവനക്കാർക്കെതിരെ ഹൈക്കോടതി നടപടി സ്വീകരിച്ചത്. അമൃത ന്യൂസ്.